Assalamualaikum. Alhamdulillah, ayah number 36 യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സൂറ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പാലസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി, ജീവനും കൊണ്ട് ഓടി. ആൻഡ് ദെൻ ഹീസ് ഹാപ്പിലി ലിവിങ് ഇൻ ദ പ്രിസൺ. വി ഡോണ്ട് നോ ഹൗ ലോങ് ഹീസ് ലിവിങ് ഇൻ ദ പ്രിസൺ ബിക്കോസ് ഖുറാനിലെ പല ആയാസും തമ്മിൽ അതിന്റെ കാലയളവ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. വി ഡോണ്ട് നോ. ഓക്കെ, ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിരിക്കും, ചിലപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷത്തുള്ളതായിരിക്കും നെക്സ്റ്റ് ആയിൽ പഠിച്ചു പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ വി ഡോണ്ട് നോ, ബട്ട് ഹീസ് ബീൻ ഇൻ ദ പ്രിസൺ ഫോർ സം ടൈം. ആൻഡ് അവിടെ പ്രിസണേഴ്സ് വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി. അങ്ങനെ ഉണ്ടായിരുന്ന 2 പേര് വന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന് പറയാണ്, ഒരു ദിവസം വന്ന് പറയാണ്, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയില്ല ഇത് എന്താണ് സംഭവം എന്നറിയില്ല. ക്യാൻ യു ഇന്റർപ്രറ്റ് ദാറ്റ് ഡ്രീം ഫോർ അസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാം ചോദിക്കുന്നത് എന്താണ് സംഭവം. അപ്പോൾ അതിൽ ഒരാൾ പറയാണ്, ഞാനിങ്ങനെ കാണുന്നത് വൈൻ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്, അത് മുന്തിരിങ്ങ സ്ക്വീസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് പറയാണ്, ഞാൻ കാണുന്നത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ തലയിൽ ബ്രെഡ് ഇരിക്കുന്നു, ആ ബ്രെഡിൽ നിന്ന് ബേർഡ്സ് കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു, ഇതാണ് ഞാൻ കാണുന്നത്. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഓക്കെ, ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് തരാം, ഡോ വറി. അതിനു മുമ്പ് ഇപ്പൊ ഭക്ഷണം വരും, നമ്മളുടെ പ്രിസണിലെ ഭക്ഷണം വരും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഓക്കെ, പ്ലീസ് വിൽ യു ലിസൺ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. പിന്നെ അവർ ലിസൺ ചെയ്യേണ്ട, അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആവശ്യമാണ് ഈ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി അവരൊരു ലിസണിങ് മോഡിലായിരിക്കും, റൈറ്റ്? അപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാം ഈസ് യൂട്ടിലൈസിങ് ദാറ്റ് ടൈം. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഭക്ഷണം വന്നതിന് മുമ്പ് ഐ ടെൽ യു സംതിങ്. ഓക്കെ, ഐ ബിലീവ് ഇൻ വൺ ഗോഡ്. ഓക്കെ, ആൻഡ് ഐ റിജക്ട് ഓൾ ദ പീപ്പിൾ ഹു ഡു നോട്ട് ബിലീവ് ഇൻ our God, Allah, and also I follow the path of Ibrahim alayhi Islam, Ishaq alayhi Islam, Ismail alayhi Islam the way of life ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. And Allah is one. Okay, and also he is saying that how can you worship so many gods together? നിങ്ങൾ കുറെ ഗോഡ്സിന് കുറെ പേരുകൾ, ഒട്ടും ഒതന്റിക് ആയിട്ടുള്ള അല്ലാത്ത കുറെ ഒരു പ്രൂഫും ഇല്ലാത്ത കുറെ പേരുകളും കുറെ ഗോഡുകളെയും നിങ്ങൾ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഷുഡ് ബിലീവ് ഇൻ വൺ ഗോഡ്, അല്ലാഹ് ഈസ് വൺ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ദാവ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അവർ കേൾക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഭക്ഷണം വരുന്നതിന് മുമ്പ് യൂസുഫ് അലൈഹി ഇസ്ലാം പറയും, ഓക്കെ, ഞാൻ ഇനി നിങ്ങളുടെ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്ത് തരാം. ആദ്യത്തെ ആളോട് പറയാണ്, നിങ്ങൾ വൈൻ സ്ക്വീസ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, അത് വൈൻ സ്ക്വീസ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം നിങ്ങൾ കിങ്ങിന് വൈൻ സെർവ് ചെയ്യുന്നതാണ് ആ ഡ്രീമിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഒന്നാമത്തെ ആളോട്. രണ്ടാമത്തെ ആളോട് പറയാണ്, നിങ്ങളെ ക്രൂസിഫൈ ചെയ്യപ്പെടും എന്നുവെച്ചാൽ മരിച്ചു പോകുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബേർഡ്സ് വിൽ ഈറ്റ് ഫ്രം യുവർ ഹെഡ് എന്ന് പറയാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ 2 പേരുടെയും ഡ്രീമിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം വാട്ട് ഹി ഡിഡ് വാസ് ഹി ടുക്ക് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു ദ ദാവ ടു ദോസ് 2 പീപ്പിൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ യൂസുഫ് അലൈഹി ഇസ്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മളുടെയൊക്കെ ഇതിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ദാവ ചെയ്യാൻ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല, നമ്മൾക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഖുറാനുണ്ട്, ഖുറാന്റെ കാര്യങ്ങൾ, ഖുറാന്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ, ഖുറാൻ എന്താണ്, പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എന്നെല്ലാം നമുക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ. പക്ഷെ അവരെ ഫോഴ്സ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്തം നമുക്കില്ല. അത് പടച്ചവന്റെ ജോലിയാണ് അവർക്ക് ദീൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, പലപ്പോഴും പല രീതിയിലുള്ള ഫോഴ്സിങ് പല സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഐ ഹേറ്റഡ് ഇറ്റ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ പൊതുവെ നമുക്കറിയാലോ, മുസ്ലിം സമുദായം ചെയ്യുന്നത് അതാണ്. ഇസ്ലാമിക ആൾക്കാരെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോഴ്സ്ഫുള്ളി വെറുപ്പിച്ചിട്ട് ഒക്കെയാണ്. ഈവൻ നമ്മളുടെ മക്കളെ വരെ നമ്മൾ പലപ്പോഴും ഫോഴ്സ് ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, ഞാൻ ചെയ്യാറില്ല കേട്ടോ, കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ വെറുത്തു പോവാണ്. വാട്ട് ഈസ് ദിസ് എന്നുള്ള ഒരു സാധനം ആവുകയാണ്. നമ്മൾ അവിടെ ഇസ്ലാമിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഇംപ്രഷനാണ് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ദാവ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിസപ്റ്റീവ് ആയിരിക്കണം. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർ റിസപ്റ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ദാവ ചെയ്യാൻ പറ്റുള്ളൂ. അവരത് ഓപ്പൺ മൈൻഡായിട്ട് കേൾക്കാനുള്ള മനസ്സിൽ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ദാവ ചെയ്തിട്ട് കാര്യമുള്ളൂ, മനസ്സിലായില്ല? അല്ലാണ്ട് വെറുതെ പോണ ആൾക്കാരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഇസ്ലാം അതാണ്, പടച്ചോൻ അതാണ്, നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭീകരമായ അവസ്ഥയാണ്, റൈറ്റ്? അപ്പൊ ഡോണ്ട് ഡു ഓൾ ദാറ്റ്. അപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം ചെയ്യണത് നോക്കുക, ഹി ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി, ഹി ഡിഡ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് വിസ്ഡം. Because Allah, he told them, Allah has given me wisdom, Allah has taught me
പല കാര്യങ്ങളും ഇസ്ലാമിനെ കുറിച്ചിട്ടും പല tawil of many incidents. Okay, so Allah has taught me. That is what I am trying to teach you. Okay, and He's not saying that you have to be here, you have to do all this. No. So He was just selling His experience. Like I am doing this, I am doing this. പിന്നെ അവരുടെ തിങ്ക് ചെയ്യിപ്പിക്കുകയാണ് അവരെ കൊണ്ട്. സി നിങ്ങൾ കുറെ ദൈവങ്ങളെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുമ്പോൾ what is the psychology behind it, like how do you manage, how do all these gods work together എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു റിമൈൻഡർ പോലെ കൊടുക്കുകയാണ്. ബിയോണ്ട് ദാറ്റ് ഹീസ് നോട്ട് ഡൂയിങ് it, he's not forcing them, he's not like insulting them, blaming them, judging them, no, nothing. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.